കലാമണ്ഡലത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കൂട്ടപ്പിരിച്ചുവിടൽ ഉത്തരവ് ഇറക്കിയതെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കണമെന്ന നിലപാട് ശരിയല്ലെന്നും ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. പിരിച്ചുവിട്ടിട്ടില്ല. ഒരു സാമ്പത്തികമായ ഒരു കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. മാത്രമല്ല, ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് നമ്മൾ കലാമണ്ഡലം ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നിപ്പം ആ ഉത്തരവ് നിലനിൽക്കുമായിരുന്നെങ്കിലും ഇന്ന് കലാമണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കത്തക്ക രീതിയിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ആനന്ദ്, തൊട്ടടുത്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഇടത് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വിഷയം ഉന്നയിച്ചാണോ ഇത്തരം ഒരു പിരിച്ചുവിടൽ ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം അത് ശോഭനമാക്കണമെങ്കിൽ ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പിന്തുണയ്ക്കേണ്ട ആവശ്യം വളരെ അധികം ആണ്. മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് തുറന്നു കാട്ടുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ? നമുക്കറിയാം, കലാമണ്ഡലം പോലെയുള്ള ഒരു അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഏതാണ്ട് 120ഓളം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ട ഒരു ഓർഡർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് അവിടുത്തെ ജീവനക്കാരെ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം പോലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് കലാമണ്ഡലം പോലുള്ള ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു കലാകേന്ദ്രത്തിൽ ഇത്തരത്തിലെ അധ്യാപകരെയും മറ്റ് ജോലിക്കാരെയും പിരിച്ചുവിട്ടതിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയർന്നിരുന്നത്. വലിയ ഒരു പ്രതിഷേധത്തിനൊടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഈ ഉത്തരവ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറായിട്ടുള്ള ബി അനന്തകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഉത്തരവ് ഈ ഉത്തരവ് റദ്ദാക്കിയതിനെ തുടർന്ന് തന്നെ ഈ താൽക്കാലിക ജീവനക്കാർക്ക് എന്തായാലും ഇന്നു മുതൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീവനക്കാർ ഈ നടപടിയിലേക്ക് കലാമണ്ഡലത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കലാമണ്ഡലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ഈ ഉത്തരവ് പിൻവലിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മന്ത്രി സജി ചെറിയാൻ നൽകിയ ഒരു ഉറപ്പിന്മേലാണ്. അടിയന്തരമായി സാമ്പത്തിക പ്രതിസന്ധി പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് റദ്ദാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സ്വന്തം നിലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കണമെന്ന ധനവകുപ്പിന്റെ ഉത്തരവിനെതിരെ കലാമണ്ഡലം നേരത്തെ തന്നെ ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. അത്തരത്തിൽ ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കണമെന്ന നിലപാട്, സർക്കാരിന്റെ നിലപാട് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഒരു ഉത്തരവ് റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ദേവിക, ശരിയാണത്.